നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ, നിരാമയ ആയുർവേദ ക്ലിനിക്, നീലേശ്വരം. ആയുർവേദ ചികിത്സയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ് പഥ്യം, അല്ലേ? ആയുർവേദ ചികിത്സയോടുള്ള താല്പര്യക്കുറവുള്ള കാരണം ഈ പഥ്യം തന്നെയാണ്. എന്താണ് ഈ പഥ്യം? ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഹിതകരമായ അല്ലെങ്കിൽ അനുയോജ്യമായ ഭക്ഷണക്രമങ്ങളും പ്രവർത്തികളുമാണ് പഥ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത ഭക്ഷണക്രമങ്ങളും പ്രവർത്തികളൊക്കെയാണ് അപഥ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആർക്കാണ് പഥ്യം? സാധാരണയായിട്ട് നമ്മുടെ പേഷ്യൻസിനിടയിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നോൺ വെജ് കഴിക്കുന്ന ദിവസങ്ങളിൽ ആയുർവേദ മരുന്നുകൾ ഒഴിവാക്കുക എന്നുള്ളത്. ശരിക്കും മരുന്നുകൾക്കാണോ പഥ്യം? തീർച്ചയായിട്ടും അല്ല. ഓരോ വ്യക്തിക്കുമാണ് പഥ്യം പറയുന്നത്. അതായത് അവരുടെ രോഗാവസ്ഥയും രോഗിയുടെ ഫലവും അഗ്നിഫലവും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളും അതുപോലെ പ്രവൃത്തികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി മറ്റൊരു സംശയമാണ് ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും ആയുർവേദ ശാസ്ത്രം എന്ന് പറയുന്നത് നോൺ വെജിനെതിരായിട്ടുള്ളൊരു ശാസ്ത്രമല്ല. ആയുർവേദത്തിൽ ധാരാളം ഫോർമുലേഷൻസ് ഈ നോൺ വെജ് വെച്ച് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ മട്ടൻ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞ ഒരുപാട് രോഗാവസ്ഥകളുണ്ട്. അതുകൊണ്ട് നോൺ വെജുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല. അഗ്നിബലം കുറഞ്ഞിരിക്കുന്ന പേഷ്യൻസിലും അതുപോലെ തന്നെ ഫുഡ് അലർജി പോലെ നോൺ വെജ് കഴിക്കുമ്പോൾ ഫുഡ് അലർജി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരിലൊക്കെ നമ്മൾ നോൺ വെജ് ഒഴിവാക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇനി പഥ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പനിയുള്ളൊരു പേഷ്യൻ്റ്, അവരുടെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ചൂടുള്ള വെള്ളം കുടിക്കുക, തണുത്തതും ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക, അധികം എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ രോഗി മെഡിസിൻ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ പഥ്യങ്ങളൊന്നും പാലിക്കാതെ നോൺ വെജ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കുന്നു, തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ വീണ്ടും ഇവരുടെ അഗ്നിബലം കുറയുകയും ഡൈജഷൻ ഇംപ്രോപ്പർ ആവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിക്കുന്ന മെഡിസിൻ പ്രോപ്പർ ഡൈജസ്റ്റ് ആവാതിരിക്കുകയും അതിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയും ഈ മെഡിസിൻ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാതിരിക്കുകയും അസുഖം ഭേദമാവാതിരിക്കുകയും ചെയ്യുന്നു. മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം പ്രോപ്പർ ആയിട്ടുള്ള പഥ്യം കൂടി ഫോളോ ചെയ്താൽ മാത്രമേ ആ അസുഖത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ പഥ്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞത് ആയുർവേദത്തിൽ മാത്രമല്ല, ഏത് ചികിത്സാ രീതി ആയാലും മരുന്നിൻ്റെ കൂടെ പഥ്യം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. മരുന്നിനോടൊപ്പം പഥ്യം കൂടി അനുഷ്ഠിക്കുന്നതിലൂടെ ആ രോഗാവസ്ഥയെ പെട്ടെന്ന് ഭേദമാക്കാനും പിന്നീടുള്ള അതിൻ്റെ റെക്കറൻസ് നമുക്ക് കുറയ്ക്കാനും വേണ്ടി സാധിക്കുന്നുണ്ട്.